الو. الو مرحبا عمو. انت مش حاجه تدخل علينا. الو مرحبا. ايوه تدخل علينا، الدبابه جنبي. انتوا متخبيين؟ في السياره احنا جنبينا الدبابه، الدبابه جنبي. انتوا متخبيين؟ في السياره احنا جنبينا الدبابه. انتوا جوا السيارة؟ الو الو. 6 വയസ്സുള്ള ഒരു പാലസ്തീനൻ പെൺകുട്ടിയാണ്. അവരുടെ താമസ സ്ഥലത്തു നിന്നും കുടുംബത്തോടൊപ്പം അഭയം തേടി കാറിൽ രക്ഷപ്പെടുന്നതിനിടയിൽ ഇസ്രായേൽ ആർമിയുടെ വെടിയേറ്റ് ആ കുട്ടിയുടെ ബന്ധുക്കൾ മരണപ്പെട്ടു. റജബിൻ്റെ 15 വയസ്സുള്ള കസിൻ അപ്പോൾ അവശേഷിച്ചിട്ടുണ്ട്. اجي اخذك؟ حبيبتي طيب انا يا حبيبتي رح اجي اخذك. هلا عمو من الهلال عماله عم بنصك عشان احنا نقدر نيجي ناخذك. حواليكي في ضرب رصاص؟ يا حبيبتي والله بدي اخذك بس مش بايدي. 3 മണിക്കൂറോളം റെഡ് ക്രസൻറ്റിലെ ആളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സംസാരിച്ച് തീരുന്നതിന് മുമ്പായിട്ട് അവളെയും ഇസ്രായേൽ ആർമി കൊല്ലുകയാണ്. ഇപ്പോൾ റജബിൻ്റെ പേര് ഇത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെടാൻ കാരണം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഹാമിൽട്ടൺ ഹാൾ വിദ്യാർത്ഥികൾ ഒക്കുപ്പൈ ചെയ്ത് റജബ് ഹിന്ദ് എന്ന് നാമകരണം ചെയ്തതോടുകൂടിയാണ്. ഹാമിൽട്ടൺ ഹാൾ ഇതിനു മുമ്പും പ്രതിഷേധത്തിൻ്റെ വേദിയായിട്ട് 1968 അതിൻ്റെ പേര് മാൽക്കം എക്സ് ലിബറേഷൻ കോളേജ് എന്നാക്കിയിരുന്നു. 1985 മണ്ടേല ഹാൾ എന്നാക്കിയിട്ടുണ്ട്. بالناشد كل إنسان شريف وحر بيقدر يساعد هالطفلة البريئة من المأساة اللي هي فيها، اللي أنا لا أظن أنها تعيش يعني بحالة نفسية بعد هذا العمر كله. هي بحالة نفسية طبيعية من اللي شافته. الآن طفلة بقالها فوق ال 35 ساعة الآن هي محاصرة بين الجثث والشهداء في البرد القارس. هل هذه الطفلة تشكل خطر على العالم بأسره أو على أي إنسان في العالم؟ ഫലസ്തീനിലെ കൂട്ടക്കുരുതിക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ആയുധങ്ങളും സമ്പത്തും അമേരിക്ക നൽകുമ്പോൾ ആ അമേരിക്കയിലെ വിദ്യാർത്ഥികളാണ് ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയും ഫലസ്തീന് വേണ്ടി ശബ്ദമുയർത്തുന്നത്. എന്നും യുവത നന്മയുടെ കൂടെ നിലനിന്നിട്ടുണ്ട്. അക്രമികൾ എത്ര ഐക്യത്തോടെ നിന്നാലും യുവാക്കളെ നീതിക്കൊപ്പം നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.